നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പപ്പടക്കറിയാണ്. പപ്പടക്കറി എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണേണ്ട ചിക്കൻ കറി പോലെ നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് മതി ഈ പപ്പടക്കറി ഉണ്ടാക്കാൻ. പുട്ടിനും ചപ്പാത്തിക്കൊക്കെ ഇതൊരു അടിപൊളി കോമ്പിനേഷനുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് സമയമൊട്ടും കളയാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ പപ്പടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പപ്പടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതന്നെ ധാരാളമാണ്, ഒരുപാട് പപ്പടത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ 5 പപ്പടം കൊണ്ട് നമുക്കൊരു 4-5 പേർക്ക് കഴിക്കാനുള്ള കറി ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് വീതിയിൽ കട്ട് ചെയ്യണ്ട, ഇതുപോലെ വീതി കുറച്ചിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. സ്ക്വയറാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യണം. ഇനി ഇതിലും ചെറുതാക്കിയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്. ഇപ്പം ഞാൻ ആ 5 പപ്പടവും ചെറുതാക്കിയിട്ട് സ്ക്വയറാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസുള്ള ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള ഇവിടെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ചേർത്തുന്നേ ഉള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. മീഡിയം സൈസുള്ള ഒരു സവാള ധാരാളമാണ്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്കൊരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കഷ്ടി ഒരു അരമുറി പറഞ്ഞാൽ കഷ്ടി ഒരു 1 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൊഴുപ്പിനനുസരിച്ചിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം അത് ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയുകൊണ്ട് നേരെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലൊന്ന് അരച്ചെടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ആവാം. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച പപ്പടമല്ലേ, ആ പപ്പടത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട, കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാൽ നമുക്ക് കുറച്ച് എണ്ണയാണ് ആവശ്യമുള്ളൂ. എണ്ണ വേസ്റ്റ് ആവില്ല. ഇപ്പം ഞാനിതാ ആ ബാക്കിയുള്ള പപ്പട കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ആ പപ്പടം വറുത്ത എണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച സവാള പൊടിയായി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒരു പച്ചമുളകും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച ഇത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി സവാള വേഗം വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായിട്ട് സോഫ്റ്റ് ആയാലൊന്നും പോരാ, സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയിട്ടില്ലേ, ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു കഷ്ടി 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെയൊക്കെ ഒന്ന് റോസ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം മസാലയുടെ റോസ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. മസാലയൊക്കെ നല്ല സ്മെല്ല് വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. സവാള വഴറ്റുമ്പോൾ ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ ഫ്രൈ ചെയ്ത് വെച്ച പപ്പടം ഇട്ട് കൊടുക്കുക. പപ്പടം ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും ആ മസാലയൊക്കെ ഒന്ന് തിളച്ചിട്ട് മസാലയും വേവും പപ്പടത്തിലേക്ക് ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, ആ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നടുപിളർന്ന് 2 ആക്കിയിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കുക. ആ പച്ചമുളകൊക്കെ അധികം വേവാതെ നമുക്ക് കറിയിൽ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം മസാലയൊക്കെ നല്ല തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. വെള്ളം നമുക്ക് ആ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക.
കുറച്ചുകൂടി വെള്ളം വേണം. നല്ല തിക്കാണ് കറി. ഞങ്ങളിത് പുട്ടിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ പാകല്ലേ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങ അരപ്പൊക്കെ ചേർത്തിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കാം. ഊരിയിട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ പാൻ ഇവിടുന്ന് സ്റ്റൗവൊന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ എണ്ണയ്ക്കൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച ചെറിയ ഉള്ളി വട്ടത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കഴുകി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്കൊന്ന് ഊരിയിട്ട് കൊടുക്കുക. ഒരു 2 വറ്റൽമുളകും കൂടി ഇതിലേക്കൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. വറ്റൽമുളകും കൂടി ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഉള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അതിനുശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അടിപൊളി പപ്പടക്കറി പുട്ടിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.